അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബ് അൽ ഇബ്തിദാഉ. ഇതാണ് നമുക്കിനി എടുക്കാനുള്ളത്. മുബ്തദഉൻ സൈദുൻ വആദീറുൻ ഖബർ ഇൻ ഖുൽത സൈദുൻ ആദിറുൻ മാനിഅതദർ വഅവ്വലുൻ മുബ്തദഉൻ വസ്സാനി ഫായിലുൻ അഗ്നാ ഫി യസാരിൻ സാനി وقس استفهام النفي وقد يجوز له فائز نور الرشد. ഈ 3 ബൈത്തുകളാണ് നമുക്കിന്ന് പഠിക്കുന്നത്. എന്താണ് ഈ ബാബു പറയുന്നത്? ഇസ്മിയായ ജുംലകളിൽ വളരെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട മുബ്തദ ഖബർ എന്നത് എന്താണ്, ഏതൊക്കെ രീതിയിലാണ് മുബ്തദ വരാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ് മുബ്തദ ഉള്ളത്, ഏതൊക്കെ ഇസ്മുകൾ മുബ്തദ ആകാൻ പറ്റൂല, അങ്ങനെ തുടങ്ങി മുബ്തദ ഖബർ എന്നതിൻ്റെ അതിൻ്റെ ഇറാബുകൾ എന്തൊക്കെ, അതിൻ്റെ അവസ്ഥകളും വിശേഷണങ്ങളും ആണ് ഈ ബാബ് കൈകാര്യം ചെയ്യുന്നത്. മുസന്നിഫ് റഹിമഹുല്ലാഹു തആല ഫസ്റ്റ് തന്നെ പറയുന്നു മുബ്തദ 2 നിലക്കുണ്ട്. ഒന്ന് ഖബറുള്ള മുബ്തദ, മറ്റൊന്ന് ഖബർ ഇല്ലാത്ത മുബ്തദ. പക്ഷെ ഖബർ ഇല്ല എങ്കിലും ആ ഖബറിന് പകരം വെക്കാൻ പറ്റുന്ന മറ്റു വല്ലതും അവിടെ ഉണ്ടാവും. മനസ്സിലായോ? ഒരു മുബ്തദയിന് അതിൻ്റേതായ ഖബർ അതിൽ പറയപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു മുബ്തദ ആ മുബ്തദയിന് തനിയായ ഖബർ പറയപ്പെട്ടിട്ടില്ല എങ്കിലും ഖബറിന് പകരം വെക്കാൻ പറ്റുന്ന അതിൻ്റെ മസദ്ദിൽ മഖാമിൽ വരാൻ പറ്റുന്ന ഒരു വല്ല ഘടകവും അവിടെ വന്നിട്ടുണ്ടാകും. ഈ 2 രീതിയിലുള്ള മുബ്തദയാണ് ഉള്ളത്. എന്താണ് ഈ ഖബറില്ലാത്ത മുബ്തദ? ഉദാഹരണത്തിന് മുസന്നിഫ് തന്നെ പറയുന്നൊരു ഉദാഹരണം, അഖായിമുൻ സൈദാനി. അവിടെ ആ ഖായിമു എന്നുള്ളത് എന്താണ്? അവിടെ മുബ്തദാണ്. നിൽക്കുന്നവനാകുന്നത് ആണോ? അവിടെ അംസ ഉണ്ടല്ലേ ഇസ്തിഫാമിൻ്റെ. അസൈദാനി, ഈ സൈദാനി എന്നുള്ളത് ഖായിമ് എന്ന ഇസ്മു ഫായിലിൻ്റെ എന്താണ്? ഫായിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇസ്മു ഫായിലും ഇസ്മു മഫൂലും മസ്ദറൊക്കെ അമൽ ചെയ്യുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ പഠിക്കും. ഫീൽ അമൽ ചെയ്യുന്നത് പോലെ ഇസ്മു ഫീൽ അമൽ ചെയ്യുന്നുണ്ട്, ഇസ്മു ഫായിൽ അമൽ ചെയ്യുന്നുണ്ട്, ഇസ്മു മഫൂലുകൾ അമൽ ചെയ്യുന്നുണ്ട്, മസ്ദർ അമൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതുമാണ്. ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഖായിമുൻ എന്ന ഇസ്മു ഫായിലിൻ്റെ ഫായിലാണ് എന്ത്? സൈദാനി. പക്ഷേ ഇവിടെ ഈ സൈദാനി എന്നുള്ളത് ഇസ്മു ഫായിലാകുന്നതോടുകൂടെ തന്നെ ഖായിമ് എന്ന മുബ്തദയിൻ്റെ ഖബറിൻ്റെ സ്ഥാനത്ത് വന്നതുമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മുസന്നിഫിൻ്റെ വാക്കുകൊണ്ട് ഉദ്ദേശം. ഏത് വാക്കുകൊണ്ട്? ഖബറില്ലാത്ത മുബ്തദ, പക്ഷേ ഖബറിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ മസദ്ദിൽ നിൽക്കാൻ പറ്റുന്ന വല്ല ഫായിലുൻ വന്നിട്ടുണ്ട്. ഫായിലുൻ സദ്ദ മസദ്ദിൽ ഖബർ എന്നാണ് ഇതിനെക്കുറിച്ച് പറയാം. ദക്കറൽ മുസന്നിഫ് റഹിമഹുല്ലാ അന്നൽ മുബ്തദ അലാ ഖിസ്മൈൻ. 2 ഖിസ്മാണ്. എന്താണ് ഖിസ്മ്? ഒന്ന് മുബ്തദഉൻ ലഹു ഖബറുൻ, ഖബർ ഉള്ള മുബ്തദ. ആ മുബ്തദഉൻ മറ്റൊരു മുബ്തദ എന്താണ്? ലഹു, അതിനിക്കുണ്ട് ഫായിലുണ്ട് സദ്ദ മസദ്ദുൽ ഖബരി, ഖബറിൻ്റെ സ്ഥാനത്ത് വരുന്ന ഒരു ഫായിലുണ്ട്. അങ്ങനത്തെ മുബ്തദ. ഫമിസാലുൽ അവ്വൽ, ഒന്നാമത്തതിൻ്റെ ഉദാഹരണം മുസന്നിഫ് പറഞ്ഞ ഉദാഹരണം തന്നെ സൈദുൻ ആദിറുൻ മനിത്തദർ. സൈദുൻ ആദിറുൻ എന്നതാണ്. വൽ മുറാദു ബിഹി, എന്താണ് ഈ ഖബറുള്ള മുബ്തദ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം? വൽ മുറാദു ബിഹി, ഖബറുള്ള മുബ്തദ എന്നതുകൊണ്ട് ഉദ്ദേശം മാലം യക്കുനിൽ മുബ്തദഉ ഫീഹി, ആ ജുംലയിലുള്ള മുബ്തദ ആവാത്തതാണ്. ഒരു മുബ്തദ ആണ്. ഒന്നാണ്. ലം യക്കുനിൽ മുബ്തദഉ ഫീഹി, ഒരു ജുംലയാണ് എന്നർത്ഥം. ആ ജുംലയിലുള്ള മുബ്തദ ആയിട്ടില്ല. വസ്ഫൻ, ഒരു വസ്ഫ് ആയിട്ടില്ല. എങ്ങനത്തെ വസ്ഫ്? മുസ്തമിലൻ, ഉൾക്കൊണ്ട വസ്ഫ്. അലാമ യുദ്കറു ഫിൽ ഖിസ്മി സാനി, രണ്ടാമത്തെ കിസ്മിൽ പറയപ്പെടാൻ പോകുന്ന
ചില വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളൊന്നും ഇല്ലാത്ത വസ്ഫാണെന്ത്? ആ വിശേഷണങ്ങളൊന്നും ഇല്ലാത്ത വസ്ഫ്. രണ്ടാമത്തെ കിസ്മ നമ്മളിപ്പോൾ പറയും. ഖബറില്ലാത്ത മുബത്തദ എന്നൊരു കിസ്മ കൂടി ഉണ്ടല്ലോ. ആ കിസ്മ നമ്മൾ വിശദീകരിക്കും. ആ കിസ്മ വിശദീകരിക്കുമ്പോൾ നാം എന്ത് ചെയ്യും? കുറച്ച് വിശേഷണങ്ങൾ ആ കിസ്മിനെ കുറിച്ച് വിശദീകരിക്കും. ആ വിശേഷണങ്ങളൊന്നും ഇല്ലാത്ത മുബത്തദാണ് ഖബറുള്ള മുബത്തദ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയം വന്നു നിങ്ങൾക്ക് അല്ലേ? ഏതാണ് വിശേഷണങ്ങൾ? ഏതോ ആയിരിക്കും വിശേഷണങ്ങൾ? അപ്പോൾ രണ്ടാമത്തെ കിസ്മും കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ. ഫസൈദുൻ, അപ്പോൾ സൈദുൻ ആദിറുൻ മനിയത്തദർ എന്ന ജുംലയിൽ ഫസൈദുൻ എന്നുള്ളത് മുബത്തദാണ്. ആദിറുൻ, ആദിർ എന്നത് അതിൻ്റെ ഖബറുമാണ്. മനിയത്തദർ, മനിയത്തദർ എന്നുള്ളത് മഫ്ഊലുൽ ആദിർ, ആദിർ എന്നതിനുള്ള മഫ്ഊലാണ്. അപ്പോൾ അതൊന്ന് അർത്ഥം വെച്ച് നോക്കുക. സൈദുൻ, സൈദാകുന്നത് ആദിറുൻ കാരണം സ്വീകരിക്കുന്നവനാണ്, അവൻ മാപ്പാക്കി കൊടുക്കുന്നവനാണ്. മൻ എഴുത്തദർ, മൻ ഒരുത്തനെ എഴുത്തദർ, എങ്ങനത്തെ ഒരുത്തനാണ്? കാരണം വന്ന് ബോധിപ്പിക്കുന്ന ആളുകളൊക്കെ അവന് സോൾവ് ചെയ്ത് പരിഹരിക്കുന്നവനാണ്. ഇപ്പോൾ ആദിർ എന്നുള്ളത് അമൽ ചെയ്തു അല്ലേ? ഇസ്മു ഫായിൽ അമൽ ചെയ്യുമല്ലോ, അതിൻ്റെ മഫ്ഊലാണ് എന്ത്? മൻ എഴുത്തദർ എന്നുള്ളത്. ഇപ്പോൾ ആദിറിൻ്റെ ഫായിലോ, ആദിറിൻ്റെ ഉള്ളിലുള്ള ഒരു ലമീറുണ്ട് ഹുവ എന്നുള്ളത്, ആ ലമീർ എവിടേക്കാണ് മടങ്ങുന്നത്? സൈദിലേക്ക്. അതതിൻ്റെ ഇറാബ്. അപ്പോൾ ഇവിടെ സൈദ് എന്നുള്ളത് മുബത്തദാണ്, ആദിർ എന്നുള്ളത് ആ മുബത്തദിൻ്റെ ഖബറുമാണ്. ഇനി നോക്കുക. അപ്പോൾ മിസാലു സാനി, രണ്ടാമത് ഉദാഹരണം. എന്താ രണ്ടാമത്തെ? ഖബറില്ലാത്ത മുബത്തദ്. അതാണ് രണ്ടാമത്തെ കിസ്മ. ഖബറുള്ള മുബത്തദവും ഖബറില്ലാത്ത മുബത്തദവും ഉണ്ട്. ഖബറില്ലാത്ത മുബത്തദാണ് രണ്ടാം കിസ്മ. അതിൻ്റെ ഉദാഹരണം അസാരിൻ ദാനി എന്നാണ്. ബൈത്തിലുണ്ട് അസാരിൻ ദാനി. എന്താ അസാരിൻ ദാനി? ഫൽ ഹംസത്തു, ഇവിടെയുള്ള ഹംസ ലിൽ ഇസ്തിഫാമി, ഇസ്തിഫാമിൻ്റെ ഹംസയാണ്. സാരിൻ, സാരിൻ എന്നത് മുബത്തദാണ്. ദാനി, ദാനി എന്നതോ ഫായിലുൻ സദ്ദ മസദ്ദൽ ഖബരി, അതെന്തല്ല? യഥാർത്ഥ ഖബറല്ല, ഖബറിൻ്റെ സ്ഥാനത്ത് വന്ന ഒരു ഫായിലാണ്. ഖബറിൻ്റെ സ്ഥാനത്ത് വന്ന് ചേക്കേറിയ ഒരു ഫായിലാണ്. അസാരിൻ, സഞ്ചരിക്കുന്നവരാണോ പോകുന്നവരാണോ? ദാനി, അവർ രണ്ടുപേരും പോകുന്നവരാണോ എന്നാണ് അർത്ഥം. അവിടെ ആ എന്നുള്ളത് ഹംസത്തുൽ ഇസ്തിഫാം, സാരിൻ എന്നുള്ളത് മുബത്തദഉൻ, ദാനി എന്നുള്ളതോ സാരിൻ എന്നതിൻ്റെ ഫായിലാണ്. കാരണം സാരി എന്നുള്ളത് അമൽ ചെയ്തതാണ്, ആമിലാണ്, ഇസ്മു ഫായിൽ വസനിലാണ് അതുള്ളത്. അപ്പോൾ ആ സാരിൻ എന്നുള്ളത് അമൽ ചെയ്തിട്ട് വന്ന ഫായിലാണ് എന്ത്? ദാനി എന്നുള്ളത്. പക്ഷെ ഫായിലാണെങ്കിലും ഖബറിൻ്റെ സ്ഥാനത്ത് വന്ന ഫായിലാണ്. ഓക്കെ, അതാണ് പറഞ്ഞത് ഖബറില്ലാത്ത മുബത്തദാണെന്ത്? സാരിൻ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ സൈദുൻ ആദിർ എന്നുള്ളവിടെ ഖബറുള്ള മുബത്തദാണ്. ഏതാണ് സൈദിൻ്റെ ഖബർ? ആദിർ എന്നുള്ളത്. കാരണം സൈദ് എന്നുള്ളത്, സൈദ് എന്ന പദം വേറൊന്നിലും അമൽ ചെയ്യുന്നില്ല. പക്ഷെ സാരിൻ എന്നത് അമൽ ചെയ്യുന്നുണ്ട്, അത് ഇസ്മു ഫായിലാണ്. അതെപ്പോഴാണ് ഇസ്മു ഫായിൽ അമൽ ചെയ്യുക? എപ്പോഴാണ് ഇസ്മു ഫായിലിന് മറ്റൊരു ഫായിലും മഫ്ഊലൊക്കെ ഉണ്ടാവുക? അത് വരും. മനസ്സിലായോ? അപ്പോൾ യുക്കാസു അലാ ഹാദ, ഇനി ഇതിനോട് ഖിയാസാക്കപ്പെടും. ഏതിനോട്? ഖബറില്ലാത്ത മുബ്തദ എന്ന് പറഞ്ഞല്ലോ, അസാരിൻ ദാനി എന്നതിനോട്, അതുപോലത്തെയോട് ഖിയാസാക്കപ്പെടും. ഏത്? മാക്കാന മിസ്ലഹു, ഇവ പോലോത്തത്. ഇവ പോലോത്തെന്ന് പറഞ്ഞാൽ ഏതാ? അസാരിൻ ദാനി എന്നതിനോട് ഇവ പോലോത്തത് ഖിയാസാക്കപ്പെടും. ഇവ പോലോത്തെന്ന് പറഞ്ഞാൽ വഹുവ, അത് കുല്ലു വസ്ഫിൻ, എല്ലാ വസ്ഫുമാണ്. എങ്ങനത്തെ വസ്ഫ്? എഴുത്തമദാല ഇസ്തിഫാമിൻ ഔ നഫീൻ, ആ വസ്ഫിൽ ഒന്നുകിൽ ഇസ്തിഫാമുണ്ട് അല്ലെങ്കിൽ നഫിയുണ്ട്. അപ്പോൾ അസാരിൻ ദാനിൻ്റെ അവിടെ എന്താ ഉള്ളത്? അവിടെ ഇസ്തിഫാമുണ്ട് അല്ലേ? ഔ നഫീൻ, അല്ലെങ്കിൽ നഫിയുണ്ട്. ഉദാഹരണം ആ കായിമുനി സൈദാനി. അപ്പോൾ ആ കായിമുനി സൈദാനിൻ്റെ അവിടെ കായിം എന്നുള്ളത് മുബത്തദാണ്, സൈദാനി അതിൻ്റെ ഫായിലാണ്. എങ്ങനത്തെ ഫായില്? ഖബറിൻ്റെ സ്ഥാനത്ത് വന്ന ഫായില്. അവിടെ ആ കായിം എന്നുള്ള മുബത്തദിൻ്റെ മേൽ എന്താ ഉള്ളത്? ഇസ്തിഫാമുണ്ട്. ഇസ്തിഫാമോട് കൂടെ വന്ന വസ്ഫാണ്.
അല്ലെങ്കിൽ വമാ കായിമുൻ സൈദാനി, അവിടെ കായം എന്നുള്ള മുബത്തതാണ്, സൈദാനി സൈദാനി അതിൻ്റെ ഫായിലാണ്. ഓക്കെ, അപ്പോൾ കായിം എന്നുള്ള മുബത്തത ഏതിൻ്റെ കൂടെ വന്ന മുബത്തതാണ്? നഫിയോട് കൂടെ വന്ന മുബത്തതാണ്. അപ്പോൾ യുക്കാസു അലാ ഹാദാ, അസാരിൻ ദാനി എന്നതുപോലോത്തതിനോട് കിയാസാക്കപ്പെടും. മാ കാന മിസ്ലഹു, അവ പോലോത്തത്. എന്താ അവ പോലോത്തെന്ന് പറഞ്ഞാൽ കുല്ലു വസ്ഫിൻ, എല്ലാ വസ്ഫുമാണ്. എഴുത്തമദാല ഇസ്തിഫാമിനോ നഫീൻ, ഒന്നുകിൽ ഇസ്തിഫാമിൻ്റെ മേലിലോ അല്ലെങ്കിൽ നഫീൻ്റെ മേലിലോ ചാരണം കൊണ്ട കൂടെ വന്ന വസ്ഫാണ്. പിന്നെ എന്തുവാണെന്നറിയോ? അടിയിക്ക് നോക്കുക. റഫ, അത് റഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫായിലൻ ലാഹിറൻ, ലാഹിറായ ഫായിലിനെ. അപ്പോൾ ആ കായിമുൻ സൈദാനി എന്ന കായിമ് എന്ന മുബത്തദ അത് ഏതിനിക്ക് റഫ് കൊടുത്തിട്ടുണ്ട്? സൈദാനി എന്നുള്ള ഫായിലിന് റഫ് കൊടുത്തിട്ടുണ്ട്. അതാണ് റഫ ഫായില ലാഹിറൻ കമാ മുസ്സില, ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ. അല്ലെങ്കിലോ ഔ റഫ ലമീറൻ മുൻഫസിലൻ, മുൻഫസിലായ ലമീറിന് റഫ് കൊടുത്തിട്ടുണ്ട്. ഏതുപോലെ? അകായിമുൻ അൻതുമാ, അകായിമുൻ അൻതുമാ എന്നുള്ളത്, അൻതുമാ എന്നുള്ളത് എന്താണ്? ഫായിലുൻ മർഫൂആൻ. എങ്ങനെ അതിന് റഫ് ഇട്ടത്? അകായിമുൻ എന്നത് കൊണ്ടാണ്. മാത്രമല്ല തമ്മൽ കലാബിഹി, അത് പറഞ്ഞാൽ അവിടെ സംസാരം തീരുകയും ചെയ്യും, അതിൻ്റെ അപ്പുറം ചോദ്യം ഉണ്ടാവില്ല. ആ കായിമുൻ സൈദാനി, സൈദാനി നിൽക്കുന്നവരാണോ? അവിടെ സംസാരം കഴിഞ്ഞു. നിൽക്കുന്നവരാണെങ്കിൽ ആണ്, അല്ല. അതിനപ്പുറം എന്തില്ല, എന്തോ ഒരു മനസ്സിലാകാത്ത പോലത്തതിലുള്ള ഒരു സംസാരം മുറിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഷർത്തുകൾ? ഖബറില്ലാത്ത മുബത്തദ, ഖബറില്ലാത്ത മുബത്തദ എന്ന കിസ്മിൽ അതിൻ്റെ അർത്ഥം മുബത്തദ വരുന്നു, അതിനുശേഷം ആ മുബത്തദയിൻ്റെ ഫായിൽ വരുന്നു, ആ ഫായിൽ ആ മുബത്തദിൻ്റെ ഖബറിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്ഥാനത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ മുബത്തദിൻ്റെ ഷർത്ത് എന്താണ്? ഡിമാൻഡ് എന്താണ്? ആ മുബത്തദയിൻ ഒന്നുകിൽ നഫീൻ്റെ കൂടെയോ ഇസ്തിഫാമിൻ്റെ കൂടെയോ വരണം. മാത്രമല്ല ലാഹിറായ ഫായിലിനെയോ മുൻഫസിലായ ലമീറിനെയോ റഫ് ചെയ്തതുമാകണം. അതോടുകൂടെ തന്നെ വത്തമ്മൽ കലാം ബിഹി, അതുകൊണ്ട് സംസാരം അവിടെ സ്റ്റോപ്പായി, സംസാരം മുറിയുന്ന ഒരവസ്ഥ ഉണ്ടാകാനും പാടില്ല. പിന്നെ സംസാരം മുറിയുകയോ മാത്രമല്ല ആ വസ്ഫ് ആ മുബത്തദ ഇസ്തിഫാമിൻ്റെയോ നഫീൻ്റെയോ കൂടെ വരികയോ ചെയ്തിട്ടില്ലെങ്കിലോ എന്താ സംഭവിക്കുക? ഫഇല്ലം യഅ്തമിദിൽ വസ്ഫു, വസ്ഫ് ഇസ്തിഫാമിൻ്റെയോ നഫീൻ്റെയോ കൂടെ വന്നിട്ടില്ല എങ്കിൽ, മുഅ്തമിദ് അവലംബിച്ചിട്ടില്ല എങ്കിൽ, ലം യകുൻ മുബ്തദൻ, ആ വസ്ഫ് എന്തല്ല? മുബ്തദാവൂല. വഹാദാ മദ്ഹബുൽ ബസരീന, ഇതാണ് ബസറക്കാരുടെ അഭിപ്രായം. ഇല്ലൽ അഖ്ഫശ്, അഖ്ഫശ് ഇമാമല്ലാതെ. അതിൻ്റെ വിശദ വിവരം താഴെ വരുന്നുണ്ട്. അതേപോലെ തമ്മൽ കലാം ബിഹി, അത് പറഞ്ഞതുകൊണ്ട് സംസാരം അവിടെ തീരുമാനമാകണം, കറക്റ്റ് മനസ്സിലാകണം എന്ന് പറഞ്ഞു. ഫഇല്ലം യതിമ്മ ബിഹിൽ കലാമു, കലാം അവിടെ പൂർത്തിയായിട്ടില്ല, വല്ല കൺഫ്യൂഷനും, അതുമാത്രം പറഞ്ഞാൽ ആ വസ്ഫും അതിൻ്റെ ഫായിലും, വസ്ഫും ഫായിലുൻ, അതായത് മാത്രം പറയുകയാണെങ്കിൽ അവിടെ സംസാരം മുറിയുകയോ പൂർണ്ണമാവാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിലും ലം യകുൻ മുബ്തദൻ, ആ വസ്തു നമുക്ക് എന്താക്കാൻ പറ്റൂല? മുബ്തദാക്കാൻ പറ്റൂല. ഉദാഹരണം നഹ്വു ആ കായിമുൻ അബവാഹു സൈദുൻ, അങ്ങനെ ആ കായിമുൻ അബവാഹു സൈദുൻ എന്നുള്ള ഉദാഹരണത്തിൽ നമ്മൾ പറയുകയാണെന്ത്? ആ കായിമുൻ എന്നുള്ളത് വസ്ഫാണ്. അതെന്തുണ്ട്? അംസത്തുൽ ഇസ്തിഫാം വന്നിട്ടുണ്ട്, അബവാഹു എന്നുള്ള ഫായിലിന് റഫ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ? ഇവിടെ ആ കായിമുൻ അബവാഹു സൈദുൻ എന്നുള്ള അവിടെ ആ കായിമുൻ എന്നതല്ല അവിടെ മുബ്തദ, പക്ഷെ അവിടുത്തെ മുബ്തദ എന്താണ്? സൈദുൻ എന്നാണ് മുബ്തദ. എന്താ കാരണം? ആ കായിമുൻ അബവാഹു എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പറ്റൂല. ആ കായിമുൻ നിൽക്കുന്നവനാണോ അബവാഹു, അവൻ്റെ രക്ഷിതാക്കൾ, അവൻ്റെ ഉപ്പി ഉമ്മി നിൽക്കുന്നവരാണോ? അപ്പോൾ ആരുടെ എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ? ആ കായിമുൻ അബവാഹു അവൻ്റെ ഉപ്പി ഉമ്മി നിൽക്കുന്നവനാണോ ചോദിച്ചാൽ ആരുടെ എന്നൊരു ചോദ്യം വരും. അപ്പോൾ അവിടെ എന്ത് ഷർത്ത് ഒത്തിട്ടില്ല? തമ്മൽ കലാം ബിഹി, ആ മുബ്തദവും ആ മുബ്തദയിൻ്റെ ഫായിലും ആ വസ്ഫും ആ വസ്ഫിൻ്റെ ഫായിലും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം പൂർത്തിയാകണം എന്നുള്ള ഡിമാൻഡ് അവിടെ റെഡിയാവണില്ല. അങ്ങനെ റെഡിയായിട്ടില്ല എങ്കിലും ആ വസ്ഫ് എന്തല്ല? മുബ്തദ അല്ല.
അപ്പോൾ ഈ ഉദാഹരണത്തിൽ ആ കായിമുൻ അബ്വാഹു സൈദുൻ എന്ന ഉദാഹരണത്തിൽ എന്താണ് മുബത്തത്? ഫസൈദുൻ മുബത്തദ ഉൻ മുഅഖറുൻ, മുഅഖറായ പിന്തി വന്ന മുബത്തതാണ് സൈദ്. കായിം എന്നുള്ളത് ഖബറുൻ മുഖദ്ദമുമാണ്. ഓ അബവാഹു, അബവാഹു എന്നുള്ളത് ഫായിലും ബി കായിം, കായിം എന്ന വസ്ഫിൻ്റെ ഫായിലാണ്. വലായജൂസു ജായിസാവൂല, പറ്റൂല, അയ്യക്കൂന കായിം, കായിം എന്നതാവാൻ പറ്റൂല, മുബത്തദാകാൻ പറ്റൂല. എന്താ കാരണം എന്നറിയോ? ലിഅന്നഹു ലാ യസ്തഗ്നാ ബിഫാഇലിഹി ഹീനൈദിൻ. അപ്പോൾ എന്തുകൊണ്ടാണ് കായിം എന്നതിൽ മുബത്തദാകാൻ പറ്റാത്തത്? ലിഅന്നഹു ലാ യസ്തഗ്നാ ബിഫാഇലിഹി ഹീനൈദിൻ, ആ വസ്ഫും അതിൻ്റെ ഫായിലായ അബവാഹു മാത്രം ഒരു പൂർണ്ണമായ അർത്ഥം കിട്ടൂല. കാരണം ഇത് ലാ യുഖാലു, പറയപ്പെടൂല, ആ കായിമുൻ അബവാഹു, ആ കായിമുൻ അബവാഹു എന്ന് പറഞ്ഞിട്ട് ഫയത്തിമ്മൽ കലാമു, അർത്ഥം പൂർത്തിയായി എന്ന് പറയൂല. ആ കായിമുൻ അബവാഹു അവൻ്റെ ഒപ്പിയും ഉമ്മയും നിൽക്കുന്നവരാണോ? ആരുടെ? അപ്പോൾ ആ കായിമുൻ അബവാഹു എന്ന് പറഞ്ഞ് ഫയത്തിമ്മൽ കലാമു, കലാമു പൂർത്തിയായി എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് കായിമ് എന്നുള്ളത് അവിടെ മുബത്തദാകാൻ പറ്റാത്തത്. വക്കദാലിക, അതേപോലെ തന്നെ ലാ യജൂസു ജായിസല്ല യകൂനിൽ വസ്ഫു, വസ്ഫ് ആകാൻ പറ്റൂല, ആകൽ ജായിസല്ല, എന്താകൽ പറ്റൂല? മുബത്തദൻ, ഒരു വസ്ഫ് മുബത്തദായി വരാൻ പറ്റൂല. ഇതാ റഫ് ലമീറൻ മുസ്തത്തിറൻ, മുസ്തത്തിറായ ലമീറിനെയാണ് റഫ് ചെയ്യുന്നെങ്കിൽ. നമ്മളവിടെ ഒരു ഷർത്ത് പറഞ്ഞു, എന്ത്? ഒന്നെങ്കിൽ ലാഹിറായ ഫായിലിനെ റഫ് ചെയ്യണം, അല്ലെങ്കിൽ മുൻഫസിലായ ലമീറിനെ റഫ് ചെയ്യണം. ഇനി അത് റഫ് ചെയ്തത് ഒരു മുസ്തത്തിറായ മറഞ്ഞു കിടക്കുന്ന ബാരിസല്ലാത്ത ലമീറിനെയാണ് എങ്കിൽ അതെന്തല്ല, ആ വസ്തു മുബത്തദായിട്ട് വരാൻ പറ്റൂല. ഉദാഹരണം, ഫലാ യുഖാലു ഫീ മാ സൈദുൻ കായിമുൻ വലാ കായിദുൻ എന്നൊരു ഉദാഹരണം. മാ സൈദുൻ കായിമുൻ വലാ കായിദുൻ, അതിൽ ഇന്ന കായിദൻ, കായിദ് എന്നുള്ളത് മുബത്തദ ആണ്. വൽ ലമീറുൽ മുസ്തതിറു ഫീഹി ഫാഇൽ അഗ്നാനിൽ ഖബരി, എന്ത്? ഖബറിന് പകരം വന്ന ഫായിലാണ് അതിലുള്ള ലമീർ മുസ്തതിർ എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം എന്താണ്? ലിഅന്നഹു ലൈസ മുൻഫസിലിൻ, ആ ലമീർ മുൻഫസിലല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താവണം? ലമീർ മുൻഫസിലാവണമെന്ന്. അല അന്ന ഫിൽ മസ്ലത്തി ഖിലാഫൻ, ഈ മസലയിൽ ഖിലാഫുണ്ട്. ഏത് മസലയിൽ? ഫായിൽ റഫ് ചെയ്യുന്ന ഫായിൽ ഒന്നുകിൽ ലമീർ മുസ്തതിറാകാൻ, ലമീർ മുൻഫസിലിനാവണം, ലമീർ മുസ്തതിറാകാൻ പറ്റൂല എന്നുള്ള മസല ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, നമുക്ക് സംസാരിക്കാം. ഇനി പറയുന്നത് വലാ ഫർഖ ബൈന അൻ യകൂനൽ ഇസ്തിഫാമു ബിൽ ഹർഫി ഔ ബിൽ ഇസ്മി. നമ്മൾ പറഞ്ഞു ആ വസ്ഫ് മുബത്തദായിട്ട് വരുന്ന വസ്ഫ് മുബത്തദായിട്ട് വരണമെങ്കിൽ ഒന്നുകിൽ ഇസ്തിഫാമിൻ്റെയോ അല്ലെങ്കിൽ നഫീൻ്റെയോ കൂടെ വരണമെന്ന്. ആ ഇസ്തിഫാമ് ഇസ്മു കൊണ്ടുള്ള ഇസ്തിഫാം ആവണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഹർഫ് കൊണ്ടുള്ള ഇസ്തിഫാം തന്നെ ആകണോ എന്നുള്ള പ്രശ്നം. രണ്ടായാലും കുഴപ്പമില്ല. ഹർഫ് കൊണ്ടുള്ള ഇസ്തിഫാമായാലും കുഴപ്പമില്ല, ഇസ്മു കൊണ്ടുള്ള ഇസ്തിഫാമായാലും കുഴപ്പമില്ല. അതാണ് വലാ ഫർഖ, പ്രശ്നമില്ല, ഫർക്കില്ല. ബൈന അൻ യകൂനൽ ഇസ്തിഫാം, ഇസ്തിഫാം ആവൽ ബിൽ ഹർഫി കമാ മുസ്ലില, ഉദാഹരണം പറഞ്ഞതുപോലെ ഹർഫ് കൊണ്ട് ഇസ്തിഫാം ആയാലും പ്രശ്നമില്ല. ഔ ബിൽ ഇസ്മി, ഇസ്മു കൊണ്ട് ഇസ്തിഫാം ആയാലും കുഴപ്പമില്ല. കൗലിക, ഏതുപോലെ? കൈഫ ജാലിസുൻ അമ്രാനി. അപ്പോൾ കൈഫ എന്നുള്ള ഇസ്മാണ് അല്ലേ? അവിടുത്തെ ഇസ്തിഫാം ഇസ്മു കൊണ്ടാണ്. വഖദാലിക, അതുപോലെ തന്നെ ലാ ഫർഖ, ഫർക്കില്ല ബൈന അൻ യകൂന നഫ്യു ബിൽ ഹർഫി, ഹർഫ് കൊണ്ട് നഫിയാകലോ കമ മുസ്ലില, ഉദാഹരണം പറഞ്ഞതുപോലെ. എന്താ ഉദാഹരണം പറഞ്ഞത്? മാ എന്ന് വെച്ച് പറഞ്ഞല്ലോ, മാ കായിമുൻ സൈദാനി. അപ്പോൾ അത് ഹർഫ് കൊണ്ടുള്ള നഫിയാണ്. ഔ ബിൽ ഫീൽ കൊണ്ടുള്ള നഫിയായാലും കുഴപ്പമില്ല. ലൈസ കൗലിക ലൈസ കായിമുൻ സൈദാനി. അപ്പോൾ ലൈസ എന്നുള്ളത് എന്താണ്? ഹർഫല്ല, ഇസ്മ, അത് ഫീലാണ്. ഫലൈസ ഫീലു മാദിൻ നാക്കിസിൻ, നാക്കിസായ ഫീലു മാദിയാണ്. ഫീലു മാദിൻ നാക്കിസുൻ, നാക്കിസായ ഫീലു മാദിയാണ്. വ കായിമുൻ ലൈസ കായിമുൻ എന്നുള്ളതിൽ കായിമ് ഇസ്മുഹു, ആ ലൈസയുടെ ഇസ്മാണ്. വ സൈദാനി എന്നുള്ളത് ഫായിലുൻ സദ്ദ മസദ്ദ ഖബരി ലൈസ, ലൈസയുടെ ഖബറിൻ്റെ സ്ഥാനത്ത് വന്ന ഒരു ഫായിലുമാണ്. അപ്പോൾ തഖൂൽ, അപ്പോൾ നീ എന്ത് പറയും? ഗൈറു കായിമിൻ സൈദാനി എന്ന് പറയും. ഇപ്പോൾ ഗൈറു എന്നുള്ളത് മുബത്തദാണ്, ഗൈറു എന്നുള്ളത് മുബത്തദാണ്. അപ്പോൾ കായിം എന്നുള്ളത് മഖ്ഫൂദുൻ ബിൽ ഇദാഫത്തി, ഗൈറു എന്നുള്ളത് ഇദാഫത്ത് ചെയ്തുകൊണ്ട് ജറായി വന്നതാണ്. വ സൈദാനി, ആ ഗൈറു കായിമിൻ സൈദാൻ എന്നുള്ളവിടെ സൈദാൻ എന്നുള്ളത് ഫായിലുൻ ബി കായിം, കായിമിൻ്റെ ഫായിലാണ്. സദ്ദ മസദ്ദ ഖബരി ഗൈർ എന്ന മുബത്തദിൻ്റെ ഖബറിൻ്റെ സ്ഥാനത്ത് വന്ന ഫായിലാണ്. കാരണം അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഗൈറു കായിമിൻ സൈദാൻ റെഡിയായത്? അത് ശരിയാകാൻ പറ്റുമോ?
അന്നൽ മാന, കാരണം ഗൈറു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അന്നൽ മാന മാ കായിമുൻ സൈദാനി എന്നാണ്. ഗൈറിൻ്റെ അർത്ഥം മാ എന്നാണ്. ഊമില ഗൈറു കായും, ഗൈറു കായിമു എന്നത് പെരുമാറപ്പെട്ടു. ഏതുപോലെ? മുആമലത മാ കായിമുൻ, മാ കായിമ് എന്നത് നമ്മൾ പറയുന്നത് പോലെയാണ് ഗൈറു കായിം എന്ന് പറഞ്ഞാലും. അപ്പോൾ ഗൈർ എന്നുള്ളതും നഫിയായ ഹർഫ് വന്നതുപോലെയാണ്. വമിൻഹു ഖൗലുഹു, അതിൽപ്പെട്ടതാണ് ഒരു ഷാരിഹിൻ്റെ കവിത പറയുന്നുണ്ട്. നമുക്കത് പിന്നാക്കാം അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഗൈർ എന്നുള്ളത് ഏതർത്ഥത്തിൽ വന്നതിനുള്ള കവിതയാണത്? ഗൈർ എന്നുള്ള മാ എന്ന അർത്ഥത്തിൽ വന്ന കവിതയാണ്. ഗൈറുലാഹിൻ ഇദാക ഫത്തരിഹിൽ ലഹ്വ വലാ തഗ്തരി ബിഅർളിൻ സൽമി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് എന്താണ്? മുബത്തദ രണ്ട് കോലത്ത് വരും എന്ന് പറഞ്ഞു അല്ലേ. മുബത്തദഉൻ സൈദുൻ വആദിറുൻ ഖബർ ഇൻ ഖുൽത സൈദുൻ ആദിറുൻ മൻ യതദർ വഅവ്വലുൻ മുബത്തദഉൻ വസാനി ഫഈലുൻ ഗനാ ഫി അസാരിൻ സാനി. അപ്പോൾ ഈ രണ്ട് കവിത നമ്മൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ആ ഷർഹ് പൂർണ്ണമായതിനു ശേഷം നമുക്ക് അർത്ഥം വെക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.